ഇത് നമ്മുടെ ഇന്ദ്രന്റെ ഭാര്യ വാണി ജീവിച്ചിരുന്നപ്പോൾ ഉണ്ടാക്കിയ വില്ല. അന്ന് ഈ കമ്പനിയുടെ സമ്പൂർണ്ണ വ്യവസായ വ്യവഹാരങ്ങളെല്ലാം നോക്കിയിരുന്നത് അവനാ. ഈ ചെറിയ കമ്പനി അവനെ ഏൽപ്പിച്ചപ്പോൾ അവൻ ഇതങ്ങ് വലുതാക്കിയത്. അതുകൊണ്ട് എൻ്റെ എല്ലാ ആസ്തിയും മറ്റ് ബിസിനസ്സും ഒക്കെ വാണിയുടെയും ഇന്ദ്രൻ്റെയും പേരിലേക്ക് മാറ്റിയിരുന്നു. പക്ഷേ വാണി എന്തിനാ അങ്ങനെ ചെയ്തതെന്നറിയില്ല. അവരുടെ എല്ലാ ആസ്തിയും മകൻ രാമിന്റെ പേരിലേക്ക് മാറ്റി. കൂടെ അവന് ഇതെല്ലാം മറ്റാർക്കും കൈമാറ്റം ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതിയിലാണ് വില്ലെഴുതിയത്. അത് ഈ വാണിക്കുഞ്ഞ് വാ പറയൂ മോളെ. വക്കീലേ, ഈ വാണി എടുത്ത തീരുമാനം കൊണ്ട് എനിക്ക് വലിയ ബുദ്ധിമുട്ടായിപ്പോ. ഈ വില്ലിന്റെ കാര്യത്തിൽ എനിക്ക് എതിർപ്പൊന്നുമില്ല. പക്ഷേ എന്ന് കരുതി ഒരച്ഛനെന്ന രീതിയിൽ ബാക്കി മകൾക്കും ഒന്നും കൊടുക്കാതിരിക്കാൻ പറ്റുമോ? അതുകൊണ്ടാ നിങ്ങളെ വിളിച്ചത്. വാണിക്ക് രാമന്റെ കാര്യത്തിൽ വലിയ ശ്രദ്ധ ഉണ്ടായിരുന്നുകൊണ്ടേ അവന്റെ സ്വത്ത് മറ്റാർക്കും വരാത്ത രീതിയിലാണ് വില്ലെഴുതിയത്. ഇപ്പൊ രാമന്റെ കല്യാണം നടക്കാൻ പോകുന്നതുകൊണ്ട് അവന് അവകാശപ്പെട്ടതൊന്നും നമ്മൾ എടുക്കരുതല്ലോ. അതുകൊണ്ട് വക്കീലേ, വാണിക്കും ഇന്ദ്രനും ഞാൻ എഴുതി കൊടുത്ത ആസ്തി ഉണ്ടല്ലോ, അതിന്റെ പാതിയാകണം രാമന്റെ പേരില്. അതിന്റെ ബാക്കിയുള്ളത് എന്റെ ബാക്കി 2 മക്കളില്ലേ, സത്യ, വിശ്വ, അത് അവരുടെ പേരിലാക്കണം. അതായത് വാണിയുടെ ആസ്തി രാമന്, ഇന്ദ്രൻ്റെത് ഇവർക്ക് 2 പേർക്കും. ഈ രീതിയിലേക്ക് വില്ലൊന്ന് മാറ്റി എഴുതണം സാർ. പക്ഷേ ഇതിനൊക്കെ ഒരു വാലിഡിറ്റി ഉണ്ടാവുന്നത് എപ്പോഴാണെന്നറിയോ? രാമന്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷം അവന്റെ ആസ്തി അവന്, മറ്റുള്ളത് മറ്റുള്ളവർക്കും. എന്താ നിന്റെ അഭിപ്രായം ഭാർഗവി? അത് പിന്നെ അച്ഛൻ ഡിസൈഡ് ചെയ്താൽ പോരെ, അതൊക്കെ അത് കറക്റ്റായിരിക്കും. നിങ്ങൾ പറഞ്ഞതുപോലെ ചെയ്യാം. എത്രയും പെട്ടെന്ന് പേപ്പേഴ്സ് റെഡിയാക്കി കൊണ്ടുവരികയും ചെയ്യാം. എന്നൊന്ന് വേഗമാക്കണം സാർ, വലിയ ഉപകാരമാവും. എന്നാ ശരി. ആയിക്കോട്ടെ. അയ്യോ, ഒരു മിനിറ്റ്, എനിക്ക് ഒരു കണ്ടീഷനും കൂടെ ഉണ്ട്. ഇനിയും കണ്ടീഷൻ ഉണ്ടോ? അല്ലടോ, വീട്ടിലേക്ക് കയറുന്നതിന് മുമ്പ് ഒരു കണ്ടീഷൻ, ഇപ്പൊ റൂമിലോട്ട് കയറുന്നതിന് മുന്നേ മറ്റൊരു കണ്ടീഷൻ. ഇങ്ങനെ കണ്ടീഷനിലായിക്കൊണ്ടിരിക്കല്ലേ? എനിക്ക് ശരിക്കും പേടിയാവുന്നുണ്ട്. ചില കാര്യങ്ങളിലൊക്കെ കുറച്ച് ഭയവും ഭക്തിയൊക്കെ നല്ലതല്ലേ കെട്ടിയവന്? ശരി, താൻ കാര്യം പറയും. നീ എന്നോട് ഇത്ര വിനയത്തോടെ സംസാരിക്കുന്നത് സത്യമായിട്ടും എനിക്ക് ഇഷ്ടാവുന്നില്ല. ഇങ്ങനെ വഴിയിലൂടെ പോകുന്നവരോട് സംസാരിക്കുന്ന പോലെ ആണെങ്കിൽ ഞാൻ ആ റൂമിലേക്ക് കയറുന്നില്ല. നിങ്ങൾ എന്നോടൊരു ഭർത്താവിനെ പോലെ സംസാരിക്കുന്നതാ എനിക്കിഷ്ടം. ഓൾസോ ഇടയ്ക്കിടയ്ക്ക് ഞാൻ നിങ്ങളോട് പോടാ വാടാ എന്നൊക്കെ ചിലപ്പോ പറയും. അത് കേട്ടി വിഷമിക്കാൻ പാടില്ല. അയ്യോ, അത്രേ ഉള്ളൂ. ഞാനാകെ ടെൻഷനായി പോയി. ശരി ശരി, നിങ്ങൾ പറയുന്ന പോലെ. പിന്നെയും കണ്ടോ? സോറി, കുറച്ച് സമയം എടുക്കും. ശീലമായി വരണ്ടേ? അത് ശീലമാക്കി മാറ്റണം, കേട്ടല്ലോ? ചേട്ടാ, നിങ്ങൾ ഇപ്പൊ അകത്തേക്ക് പോ. പൊക്കോളാം, എന്തിനാ തളർന്നേ? നിങ്ങൾ രണ്ടുപേരും ഇന്ന് ഈ റൂമിലാണോ കിടക്കുന്നേ? അതെ ബേബി, ഞാനും നിങ്ങളുടെ കൂടെ കിടന്നോട്ടെ? സിഹിമോളെ, നീ ഇന്ന് എന്റെ കൂടെ കിടന്നോട്ടോ, ഓക്കെ അല്ലേ? ചേട്ടാ, നിങ്ങൾ നീ നോക്കിക്കൊണ്ടിരിക്കുന്നേ, രണ്ടുപേരും പോകുന്നുണ്ടോ? പപ്പാജി, അത് അവിടെ ഫ്ലവേഴ്സ് ഒക്കെ ഉണ്ട്. എനിക്കും അവിടെ കിടന്നുറങ്ങണായിരുന്നു. അയ്യോ മോളെ, ഇത് കല്യാണം കഴിഞ്ഞവർക്ക് മാത്രമുള്ള ചടങ്ങാ. നമുക്ക് അകത്ത് പോയി കിടക്കാട്ടോ. ഹായ് അങ്കിൾ, സുഖമല്ലേ? വാട്ട് എ പ്ലസന്റ് സർപ്രൈസ്. സുഖമായിട്ടിരിക്കുന്നു. വാട്ട് അബൌട്ട് യു? സുഖമാണെങ്കിൽ. കണ്ടിട്ട് എത്ര ദിവസമായല്ലേ? മുത്തശ്ശനെ കണ്ടു കുറച്ച് പണികൾ ഉണ്ടായിരുന്നു, അതാ ഞാൻ ഇങ്ങോട്ട് വന്നത്. ഓ നൈസ്. ഓക്കെ റാം,
എന്നാ പിന്നീട് കാണാം. ഷുവർ അങ്കിൾ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. മേമ, മുത്തച്ഛൻ എന്തു പറ്റി? ഒന്നുമില്ല മോനെ, ഒന്ന് റെസ്റ്റ് ചെയ്യാ. എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു, എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്ന രീതിയിൽ. നമ്മുടെ ലോയറെ വിളിക്കാൻ പറഞ്ഞ് വില്ല് അത് ഇതെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. ബട്ട് ഹീസ് ഓക്കെ നൗ. ബട്ട് എന്തിനാ മേമ? ഞാനൊന്ന് പോയി കണ്ടിട്ട് വരാം. അപ്പോ ഇറ്റ്സ് ഓക്കെ, റിലാക്സ്. ഇത്രയും ദിവസം നിന്റെ കല്യാണത്തെ കുറിച്ച് മാത്രമായിരുന്നു അച്ഛന്റെ ചിന്ത. ഇപ്പോ നിന്റെ കല്യാണം ഫിക്സ് ചെയ്തപ്പോ അച്ഛൻ അതിന്റെ സന്തോഷം എങ്ങനെ കൺട്രോൾ ചെയ്യുന്ന അറിയാണ്ടായിരിക്കും ഒരു പക്ഷെ. എന്തായാലും ഇന്ന് റെസ്റ്റ് എടുക്കട്ടെ. നീ ഇതിനെക്കുറിച്ച് നാളെ സംസാരിച്ചോളൂ. ഓക്കെ? ശരി മേമ. രാമ, ഒരു മിനിറ്റ് നോക്ക് രാമ. അച്ഛനിപ്പോ ലോയറിനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് ബില്ലുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യമായിരിക്കും, ഉറപ്പാ. നോക്ക്, ഇതിൽ നിന്നും മറ്റാരും കൈകടത്താതെ നോക്കേണ്ടത് നിന്റെ കടമയാ. ആരെയും വിശ്വസിക്കാൻ പറ്റില്ല. ഞാൻ പറയുന്നതും കണ്ണുമടച്ചൊന്നും വിശ്വസിക്കണ്ട കേട്ടോ. പ്ലീസ്. ഇതെല്ലാം നിന്റെ അച്ഛനുണ്ടാക്കിയത് രാമ. നീ ഇവിടെ രാജാവാടാ. മറ്റുള്ളവരുടെ പ്രജയായിട്ട് നിൽക്കേണ്ട ഒരു കാര്യവും നിനക്കില്ല കേട്ടോ. പറഞ്ഞ മനസ്സിലായോ? ഓക്കെ? ചെറിയച്ഛ പ്ലീസ്, നമുക്കിത് പിന്നെ സംസാരിക്കാം. നിങ്ങൾ പോയി കിടക്കാൻ നോക്ക്. അല്ലടാ, ഇതിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ചെറിയച്ഛ ദയവ് ചെയ്ത് ഇങ്ങനെ കുടിക്കുന്നത് നിർത്ത്. ഇങ്ങനെ മദ്യപിച്ച നിങ്ങളുടെ ആരോഗ്യം എന്താവും? ഇതും അതുമൊക്കെ വെവ്വേറെ കാര്യങ്ങളല്ലേ രാമ. ഫസ്റ്റ് നീ ഞാൻ പറയുന്നൊന്ന് കേക്ക് രാമ. ഇല്ല ചെറിയച്ഛ, നിങ്ങൾ ഇങ്ങനെ കുടിച്ചിട്ട് വന്ന് എന്തെങ്കിലും പിച്ചും പെയ്യൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് കേൾക്കാൻ ഞാൻ നിൽക്കില്ല. ആൻഡ് അതൊന്നും ഞാൻ വിശ്വസിക്കേയില്ല. രാം, രാമ, അല്ല അങ്ങനെ അങ്ങ് പോകല്ലടാ. ഇത് എന്താണ് ഇത്? എന്താ ഞാൻ പറഞ്ഞിട്ട് ഒരുത്തിനോട് വിശ്വാസമില്ലാത്ത? നിങ്ങൾക്കൊക്കെ വെണ്ണയിൽ മുക്കിയെടുത്ത നല്ല നെയ്യലുവയുടെ മാധുര്യത്തിലുള്ളവരൊക്കെ പറഞ്ഞാലേ വിശ്വസിക്കാൻ പറ്റത്തുള്ളൂ അല്ലേ? കുടിച്ചാലും ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ സത്യമുള്ളതാ രാമ. എന്താ എല്ലാരും ഇങ്ങനെ? ചേട്ടാ, എന്തിനാ ഇങ്ങനെ കുടിച്ച് ബഹളം ഉണ്ടാക്കുന്നേ? നിങ്ങൾ ഇങ്ങോട്ട് വാ. രാമനോടാടി ഞാൻ പറയുന്നത്. വാ. റൂം എത്ര നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നല്ലേ. ഈ റൂം മാത്രമല്ല, കല്യാണം ശരിക്കും അടിപൊളിയായിരുന്നു. നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും കല്യാണം സൂപ്പർ ആയിരുന്നല്ലേ. എന്റെ റാമിന്റെ പണി അതൊക്കെ. അവൻ എന്തിനാ എനിക്ക് വേണ്ടി ഇത്രയ്ക്ക് കഷ്ടപ്പെടുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കൂടെ പിറന്നവർക്ക് പോലും ഇത്തിരിയെങ്കിലും അസൂയ ഉണ്ടാവും. പക്ഷേ റാമിന് എന്റെ കാര്യത്തിൽ അതില്ല. അവൻ സ്നേഹിച്ചിട്ട് മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ രണ്ടുപേരുടെ സൗഹൃദം അങ്ങനെയാ. കറക്റ്റായിട്ട് മനസ്സിലാക്കി പ്രിയ. യു നോ വാട്ട്, റാമു അവന്റെ വീട്ടുകാരും എനിക്ക് ആരും തരാത്തത്ര സ്നേഹം തന്നിട്ടുണ്ട്. അന്ന് ഞാനൊരു ചെറിയ പയ്യനാ, കൂടെ ഒരു അനിയത്തിയും. അനാഥ. ഈ പ്രപഞ്ചത്തില് അനാഥരായിരിക്കുക എന്ന വേദന ആലോചിക്കാൻ പോലും കഴിയില്ല. അത്ര പ്രയാസമാണ് അവസ്ഥ. ഞാനെന്ത് പുണ്യം ചെയ്തിട്ടാന്നറിയില്ല. ദേശായി കുടുംബത്തെ കണ്ടുമുട്ടി. എനിക്ക് ബുദ്ധിയുണ്ട്, പ്രതിഭാശാലിയാണെന്നൊക്കെ സൂര്യ പണ്ട് തൊട്ട് എന്നോട് പറയുമായിരുന്നു. ഉള്ളത് പറയാനാണെങ്കിൽ ഞാൻ ഇന്നിവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ഭാഗ്യവും അവരുടെ സന്മനസ്സും കാരണം. ഒന്നുമില്ലാത്ത എനിക്ക് എല്ലാം തന്നില്ലേ? സ്നേഹം, വിദ്യാഭ്യാസം, ജോലി, ജീവിതം, എല്ലാം എന്ന് വെച്ചാൽ എല്ലാം. എനിക്ക് ആ കട ഒരിക്കലും വീട്ടാൻ കഴിയില്ല. പ്രിയ, ഞാൻ നിന്നെക്കാട്ടിലും അവരെക്കുറിച്ചും ആ വീടിനെ കുറിച്ചാണ് കൂടുതൽ സംസാരിക്കുന്നത്. അവർക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതെന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ഐ എം റിയലി റിയലി സോറി പ്രിയ. അവരുടെ കാര്യം വരുമ്പോൾ എനിക്ക് ഞാൻ പോലും രണ്ടാമതാണ്. ഈ കാര്യത്തിൽ നമ്മൾ ഒന്നാണെന്നാണ് എൻ്റെ വിശ്വാസം. അവർക്ക് നിങ്ങളോട് എത്ര സ്നേഹവും വിശ്വാസവും ഉണ്ടോ
അത്രയ്ക്ക് ലോയലാ നിങ്ങൾ അവിടെ. ആത്മാർത്ഥമായിട്ട് നിൽക്കുന്നുണ്ടല്ലോ. ഇതൊക്കെ വിലമതിക്കാനാവാത്തതല്ലേ? നിങ്ങളുടെ ഈ ക്വാളിറ്റിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. താങ്ക് യു പ്രിയ. റാം വീട്ടിലെത്തി കാണോ എന്തോ. മെസ്സേജ് അയച്ചതുമില്ല. അങ്ങോട്ട് മെസ്സേജ് അയച്ചാലോ? വീട്ടിൽ എത്തിയായിരുന്നോ? ഹലോ സീത, റാം. ഞാനിപ്പോ ദേ വന്നതേ ഉള്ളൂ. ബട്ട് ഐ റിയലി ഡോണ്ട് നോ സീത. ഐ എം സോ സ്കെയർഡ്. എന്തു പറ്റി റാം? ആക്ച്വലി മുത്തശ്ശൻ നമ്മുടെ കല്യാണം വല്ലാതെ സീരിയസ് ആക്കി എടുത്തിട്ടുണ്ട്. കല്യാണം കഴിയുന്നതുവരെ മുത്തശ്ശന് ഒരു സമാധാനം ഉണ്ടാവില്ല സീത. വി ഹാവ് ടു ഗെറ്റ് മാരിഡ് സൂൺ. ഐ നോ മുത്തശ്ശൻ ഞാൻ കാരണം ഒരുപാട് വെയിറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇനി അതിന് വയ്യ. വയസ്സാകുന്തോറും എല്ലാവരും സെൻസിറ്റീവ് ആയിക്കൊണ്ടിരിക്കും. അതൊന്നും എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല സീത. റാം, നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട. മുത്തശ്ശനൊന്നും സംഭവിക്കില്ല. എന്തെങ്കിലും സംഭവിക്കാൻ രാമൻ സമ്മതിക്കുകയില്ല. എന്റെ ഈ രാമനെ ഞാനും കൈവിടില്ല. എന്താ ഒന്നുകൂടെ പറഞ്ഞേ? നീ എന്താ പറഞ്ഞേ? എന്റെ രാമനെന്ന് പറഞ്ഞോ? ഹാ, നീ എന്റെ രാമൻ തന്നെയല്ലേ? താങ്ക് യു സീത. ഫീൽ സോ ഗുഡ്. നീ എന്റെ കൂടെ ഉണ്ടല്ലോ, അതെന്റെ ഏറ്റവും വലിയ ധൈര്യം. സീത, എന്റെ മുത്തശ്ശനൊന്നും സംഭവിക്കില്ലല്ലോ? മുത്തശ്ശന് എത്രയും പെട്ടെന്ന് ഭേദമാവും. നിങ്ങൾ വെറുതെ നെഗറ്റീവായിട്ട് ആലോചിക്കല്ലേ. സ്ട്രോങ് ആയിട്ടിരിക്കെ. നിങ്ങൾ സ്ട്രോങ് ആയിട്ട് നിന്നാലേ മുത്തശ്ശന്റെ കൂടെ നിൽക്കാൻ പറ്റൂ. രാമനാമം ജപിച്ച് കിടക്കാൻ നോക്ക്. അയ്യോ, എന്താ ഇത്? സിഹിയോട് പറയാനുള്ളതൊക്കെ സീതമ്മ എന്നോടാണല്ലോ പറയുന്നത്. നിങ്ങളും സിഹിയും തമ്മിൽ അതിന് വലിയ വ്യത്യാസമൊന്നുമില്ല. ഇന്ന് അവളിവിടെ ഇല്ല. അവൾ ഉറക്കുന്നതിന് പകരം ഞാനിന്ന് നിങ്ങളെ ഉറക്കുന്നു, അത്രേ ഉള്ളൂ. രാമനെ ഓർത്ത് കിടന്നാ മതി, വേഗം നിനക്ക് ഉറക്കം വരും. ഇത്രയും ദിവസം സീതയെ ആലോചിച്ച കിടന്നത്. ഒരു ചേഞ്ചിന് വേണ്ടി രാമനെ ആലോചിച്ച് കിടക്കാം. എനിക്ക് എന്താണെന്നറിയില്ല സീത, നിന്നോട് സംസാരിക്കുമ്പോ എനിക്കെന്തോ വല്ലാത്ത സമാധാന. എനിവേ, ഞാൻ ഉറങ്ങാൻ നോക്കട്ടെ. നീ ഉറങ്ങട്ടോ, ടയർഡായി കാണും. ഇന്ന് എനിക്ക് ഉറക്കം വരുമെന്നുള്ള കാര്യം അറിയില്ല. അതെന്താ? ഇന്ന് ആദ്യമായിട്ടാ ഞാൻ സിഹയില്ലാതെ കിടക്കാൻ പോകുന്നത്. ബെഡിനിപ്പോ ഭയങ്കര വലിപ്പമുള്ളതുപോലെ തോന്നുക. അത്രയൊക്കെ സ്ഥലം ഉണ്ടെങ്കിലും ഞാനൊരു കോർണറിലാ പോയി കിടക്കാറ്. അവൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞും മറിഞ്ഞും കിടക്കും. ദേഷ്യം വരുമ്പോ ഞാൻ എന്തെങ്കിലുമൊക്കെ അങ്ങ് പറയും. പക്ഷേ ഇന്ന് ഞാൻ അവളെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ അവൾ ഉറങ്ങി കാണുമോ എന്തോ. അഞ്ജലിയോട് കഥ പറ എന്ന് പറഞ്ഞ് ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ടാവും. ഐ എം മിസ്സിംഗ് ഹെർ എ ലോട്ട്. അവളെ മാത്രമല്ല, മിസ് മീ ടു. ഗുഡ് നൈറ്റ് സീത. ഗുഡ് നൈറ്റ്. നല്ലോണം ഉറങ്ങാൻ നോക്ക്. യാ. ബൈ. അല്ല ഭാർഗു, നീ എന്തോ പറയാറുണ്ടായിരുന്നല്ലോ. ഈ ആസ്തി മുഴുവൻ എന്റേതാ, അങ്ങനെന്തോ പറഞ്ഞായിരുന്നല്ലോ. വാട്ട് യു സെഡ്? കോൾ മീ മഹാറാണി ഭാർഗവി ദേശായി. എല്ലാം എനിക്ക് ഓർമ്മയുണ്ട്. എന്നിട്ടിപ്പോ ഫസ്റ്റ് ബോളിൽ ബോൾഡായവരെ പോലെ നിൽക്കുന്നത് കണ്ടോ? അല്ല, നീ ഫസ്റ്റ് ബോളിൽ ബോൾഡായ ആളല്ല, നേരെ സെഞ്ചുറി അടിക്കാൻ പോവുക, മാച്ച് വിജയിപ്പിക്കാൻ പോകുന്ന സമയത്ത് റൺഔട്ട് ആവില്ലേ, അതുപോലെ. എന്താ ഭാർഗവ്, പുതിയ ചാപ്റ്റർ തുടങ്ങാൻ പോവാന്ന് പറഞ്ഞിട്ട് ഇനിയിപ്പോ ഒരു മൊന്തെങ്കിലും ബാക്കി കിട്ടുമോ? ഇപ്പോഴെങ്കിലും മനസ്സിലായോ ഭാർഗവ്, നമ്മൾ എത്രയൊക്കെ കഷ്ടപ്പെട്ടാലും തലയിൽ എന്താണോ എഴുതിയത് അതെ, അത് മാത്രം നമുക്ക് കിട്ടുള്ളൂ. ലൈഫിൽ നിനക്ക് ഇത്തിരിയെങ്കിലും ഒരു സീരിയസ്നെസ് ഉണ്ടോ വിശ്വ? ആസ്തി മുഴുവൻ മാറ്റി എഴുതുവാണെന്ന്. അതിൽ അർദ്ധഭാഗം റാമിന്റെ പേരില്, ബാക്കി അർദ്ധഭാഗം മറ്റു 2 മക്കളുടെ പേരിലേക്ക് എഴുതി വെക്കുവാന്ന്. ആ ബാക്കി കാൽഭാഗം 2 പേർക്കും പോട്ടെ പാവോന്ന് കരുതി തരുന്ന ഭിക്ഷയാണ്.
ഇതൊക്കെ കേട്ടിട്ടും ചിരിച്ചുകൊണ്ട് നിൽക്കുക. നാണം തോന്നുന്നില്ലേ നിനക്ക്? ഥു. വെറുതെ എന്നെ കളിയാക്കിക്കൊണ്ട് നടക്കാൻ മാത്രമേ നിന്നെ കൊണ്ട് പറ്റൂ. ഈ സാമ്രാജ്യം സ്വന്തമാക്കാൻ നിനക്ക് കഴിവുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ കിടന്ന് ഭിക്ഷ യാചിക്കേണ്ടി വരില്ലായിരുന്നു. എന്താ നോക്ക്, ഒരുപക്ഷെ ഈ ചില്ലറ കിട്ടിയ നിനക്ക് സന്തോഷാവുമായിരിക്കും. പക്ഷേ ഈ ഭാർഗവിക്കല്ല. അങ്ങനെ നോക്കാൻ പോയ കണക്ക് വെച്ച് ഇന്ദ്രന്റെ പേരിലുള്ള സ്വത്ത് ഈ ഭാർഗവിയുടെ പേരിലാവും. അതുകൊണ്ട് ഞാൻ വെറുതെ ഇരിക്കുമെന്ന് കരുതണ്ട. ഒന്നാഗ്രഹിച്ച് അത് സ്വന്തമാക്കാതെ ഇരിക്കുന്ന രാശിയല്ല എനിക്ക്. അല്ല ഭാർഗവ്, ഇപ്പോ ഈ വില്ലൊക്കെ നമ്മൾ മാറ്റുന്നതിന് മുൻപ് തന്നെ നമ്മുടെ ഈ പിതാജി റിട്ടയർഡ് ആയെന്ന് കൂട്ടിക്കോ. അപ്പോൾ റാം കല്യാണം കഴിച്ചില്ല എന്ന് വെച്ചോ. അപ്പം ഇതൊക്കെ ആരുടെ പേരിലാവും? രാമന്റെ. ശരിയാ ഭാർഗവ്. ഇപ്പോ വാണി ചേച്ചി അവരുടെ സ്വത്തെല്ലാം റാമിന്റെ പേരിൽ ഇപ്പോൾ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം അവന്റെ കൈ വന്ന് ചേരും. ഓക്കെ, പക്ഷെ ഇതില് നമ്മുടെ ഇന്ദ്രേട്ടന്റെ ആസ്തി അതാർക്കായിരിക്കും കിട്ടുക? പിതാവിന്റെ സ്വത്തല്ലേ അത്? അത് വേറെ ആർക്ക് കിട്ടാനാ? അതും ആ റാമിന് തന്നെയായിരിക്കും കിട്ടുന്നത്. ആ, ശരിയായിരിക്കും. പക്ഷേ അത് രാമനാർക്കും കൊടുക്കരുതെന്ന് എഴുതിയിട്ടില്ലല്ലോ. രാമൻ ചിലപ്പോൾ അതെനിക്ക് തന്നേക്കാം, ചിലപ്പോൾ അത് നിനക്ക് തന്നേക്കാം. അതിനെക്കുറിച്ചൊക്കെ ഇപ്പൊ എന്തിനാലോചിക്കുന്നേ? കയ്യില് കിട്ടുന്നത് പഞ്ചാമൃതാണെന്ന് കരുതി കൈ കൂപ്പി നിന്ന് കിട്ടുന്ന ഭിക്ഷയും വാങ്ങി പോകുന്നവളല്ല ഈ ഭാർഗവി. ന്യായം, നീതി, ധർമ്മന്ന് 24 മണിക്കൂറും പറഞ്ഞുകൊണ്ടിരിക്കുമല്ലോ നിങ്ങളുടെ അച്ഛൻ. ഇപ്പോഴെന്താ ഈ വീട്ടിലെ മരുമക്കളെ ഓർമ്മ വന്നില്ല അയാൾക്ക്? അവസാനം ഞങ്ങളൊക്കെ ഇവിടുത്തെ വെറും വേലക്കാരികളാണെന്ന് പ്രൂവ് ചെയ്തില്ല അങ്ങേര്. ഒരു തുള്ളി വെള്ളം വേണമെങ്കിൽ ഈ ഭാർഗവി വേണം. എന്നിട്ട് ആസ്തിയുടെ കാര്യം വരുമ്പോ അയാൾക്ക് എന്തെന്നെ ഓർമ്മയില്ലേ? അവസാനം എനിക്ക് കിട്ടിയതെന്താ? സ്നേഹിച്ചവനെയും കിട്ടിയില്ല. അവന്റെ വീട്ടില് ആസ്തിയിലും എന്റെ പേരില്ല. സീതയും രാമനും ഒരുമിച്ച് നിന്ന് നമുക്ക് എത്ര നല്ല സർപ്രൈസാ തന്നത്. നമ്മളും അവർക്കത് തിരിച്ചു കൊടുക്കണം. സൂര്യസാറ് സമ്മതിച്ചല്ലോ. ഇനിയിപ്പോ എന്താ, നമ്മുടെ സീതാരാമ കല്യാണം ബൂം ബാങ് അങ്ങ് നടത്തിയാൽ മാത്രം മതി. ഞാൻ കൂടെ ഉണ്ടാവും. നിങ്ങൾക്ക് റാം എങ്ങനെയാണോ എനിക്ക് സീത അതുപോലെ. എനിക്ക് ഒരുപാട് കടപ്പാടുണ്ട് അവളോട്. പക്ഷേ ഈ ഒരൊറ്റ കാര്യത്തിൽ എനിക്ക് എന്തോ ഡൗട്ട് തോന്നുന്നുണ്ട് പ്രിയ. എന്താ? ഭാർഗവി മേമ തന്നെ സീതയെ റാം ഇഷ്ടപ്പെടുന്ന കുട്ടിയാണെന്നും പറഞ്ഞ് എല്ലാവരുടെയും മുന്നേ ഇൻട്രൊഡ്യൂസ് ചെയ്തില്ലേ? അതാണ് എന്നെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്നത്. അതിൽ കൺഫ്യൂസ് ആവാൻ മാത്രം എന്താ ഉള്ളേ? അവർക്ക് റാമെന്ന് വെച്ചാൽ അത്രയ്ക്ക് ഇഷ്ടമാ. അതുകൊണ്ട് അവര് തന്നെ മുന്നിൽ നിന്ന് ഈ കല്യാണം നടത്താൻ റെഡിയാ. ചില കാര്യങ്ങളൊന്നും എനിക്ക് തെളിവ് സഹിതം പറയാൻ കഴിയില്ല പ്രിയ. ഇത്രയും മാത്രം ഞാൻ പറഞ്ഞുതരാം. ഭാർഗവി മേമ നമ്മൾ കരുതുന്ന പോലെയല്ല. അവരുടെ കാര്യത്തിൽ കുറച്ച് ശ്രദ്ധ വേണം. എന്താ നിങ്ങൾ ഈ പറയുന്നേ? അതെ, അവര് മുഖംമൂടി ധരിച്ചിട്ടുണ്ട്. അവരുടെ ശരിക്കുള്ള മുഖം മറ്റൊന്നാണ്. എന്ത് വേണമെങ്കിലും സംഭവിക്കട്ടെ, ഇവിടുന്ന് വല്ലതും കിട്ടുമെന്ന് കരുതി ഈ ഭാർഗവി കാത്തിരിക്കില്ല. എങ്ങനെ അത് സ്വന്തമാക്കണമെന്ന് ഈ ഭാർഗവിക്ക് നന്നായി അറിയാം. ആസ്തിയുടെ പകുതി ഭാഗം അവന്റെ ഭാര്യയുടെ പേരിലാണല്ലേ. ഞാനൊന്ന് കാണട്ടെ ആ ഷെയറിന് എന്ത് പറ്റൂന്ന്. ഭാര്യ ഉണ്ടെങ്കിലല്ലേ ഇത് അങ്ങോട്ട് പോവും. ഈ വാണി, നിന്റെ മകന് വേണ്ടി എഴുതി വെച്ച ആസ്തിയിൽ നിന്നും എനിക്കൊരു ചില്ലി കാശ് കിട്ടാതിരിക്കാൻ വേണ്ടി താഴിട്ട് പൂട്ടിയോ നീ നോക്കിക്കോ ഞാൻ എങ്ങനെ സ്വന്തമാക്കുമെന്ന്. അതെനിക്ക് വേണം, അതെനിക്ക് തന്നെ വേണം. നിനക്കത് വേണോ? അല്ല ഭാർഗു,
നിനക്ക് വേണമെന്ന് പറയുമ്പോ അതെങ്ങനെ നടക്കുമെന്ന് അതെനിക്കും അറിയില്ല. പക്ഷേ അത് ഈ ഭാർഗവിക്ക് കിട്ടിയേ തീരൂ. ഓഹോ, ഓക്കെ ഓക്കെ ഓക്കെ. അല്ല ഭാർഗവ്, നിന്റെ ബാറ്റിങ്ങിലും ബോളിങ്ങിലും എനിക്ക് വിശ്വാസമുണ്ട്. നീ ചിലപ്പോ ഒരു ഗൂഗിളിലേക്ക് എറിഞ്ഞ് കളിയങ്ങ് വിജയിപ്പിക്കും. വിജയിച്ച നിനക്ക് 50, എനിക്ക് 50. ഓക്കെ? നാണമില്ലേടാ നിനക്ക്? ഹാ ഭാർഗവ്, ഈ നാണമില്ലായ്മ പണം മാറ്റിത്തരും. അല്ല, നിന്നെ സംരക്ഷിക്കാന്ന് പറഞ്ഞാൽ അതത്ര നിസ്സാര കാര്യ. ഇത്ര വർഷം ഞാൻ സംരക്ഷിച്ചില്ലേ, ഇനിയും സംരക്ഷിക്കാം. എന്നെ നീ സംരക്ഷിച്ചെന്നോ? വേറെ വല്ല ജോലി ഉണ്ടെന്ന് നോക്കണോ? എന്റെ മുഖം മൂടി വലിച്ചു കേറാൻ നീ നോക്കിയാലുണ്ടല്ലോ, നിനക്ക് അവിടെ ബുദ്ധിമുട്ടുണ്ടാകും. ഈ വീടിന്റെ 4 ചുമരുകൾക്കുള്ളിൽ നിന്നും ഈ സത്യം എങ്ങാനും പുറത്തു പോയാല് കോട്ടം തട്ടുന്നത് നിന്റെ വ്യക്തിത്വത്തിനായിരിക്കും. നീ എന്നെ സംരക്ഷിക്കണ്ട, സ്വയം സംരക്ഷിക്കാൻ നോക്ക്. ഈ കാര്യങ്ങളൊന്നും എനിക്ക് റാമിനോടും ധൈര്യമായിട്ട് പറയാൻ കഴിയില്ല. എന്താ നിങ്ങളീ പറയുന്നേ? ഞാൻ അവര് വളരെ നല്ല ആളാണെന്നാ കരുതിയെ. എന്നാലും നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് അതിൽ എന്തായാലും ഒരു കാര്യം ഉണ്ടാവും. ഐ ട്രസ്റ്റ് യു. താങ്ക്സ്. എനിക്കും അതെ. എത്രയും പെട്ടെന്ന് അവരുടെ ഉദ്ദേശം എന്താണെന്നും അവരിനി എന്ത് ചെയ്യാൻ പോവുകയാണെന്ന് മനസ്സിലാക്കണം. സീതാരാമരെ വേർപിരിയാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല.